കാണുന്നുണ്ട് വീഡിയോയില്. അതെ, കുറെ മാങ്ങയുണ്ടെന്ന് നോക്കിയേ. ഇവിടെയൊക്കെ പൂത്ത് ഇഷ്ടം പോലെ കണ്ണി മാങ്ങ, വലിയതായത് മാങ്ങ, അങ്ങനെ കുറെ മാങ്ങകളുണ്ട്. അപ്പൊ ഇന്ന് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റെയറിന്റെ മുകളിൽ പോയി ഒരു മാങ്ങ എടുത്ത് ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചിട്ടാണ്. മുകളിൽ പോവാ. നല്ല വെയിലാണ്. അകത്ത പണിയൊക്കെ കഴിഞ്ഞപ്പോ ഈ നേരം സ്റ്റെയറില് മുട്ടിയാണ് നമ്മുടെ മാങ്ങ കിടക്കണ. അത് കണ്ടാതെ സ്റ്റെയർമ മുട്ടി കിടക്കണേന്. അപ്പൊ അതവിടെ കിടക്കട്ടെ അല്ലേ, അതെടുക്കണോ വേണ്ടേന്ന് ആലോചിക്കണേന്. അടി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരച്ചില് വന്നിണ്ടല്ലോ. ഇവിടെ നല്ല വലിയ മാങ്ങയുണ്ട്. ഇതൊക്കെ പഴുത്ത്, ഇതിന് പഴുത്താലുണ്ടല്ലോ ഭയങ്കര മധുരമാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. നമുക്ക് ഈ മാങ്ങ എടുത്താലോ ജിസോളെ? ഈ മാങ്ങ എടുക്ക ജിസോളെ? ചിഞ്ച ഈ മാങ്ങ എടുത്താ മതിയാടാ? ദേ മതിയാ? ചാറ് ഇപ്പൊ തന്നെ ചീറ്റും അല്ലെങ്കിൽ ഇങ്ങനെ സുറന്നും പറഞ്ഞ് ചീറ്റി വരും കേട്ടാ. നമുക്ക് ഈ ഒരു മാങ്ങ നമ്മ ചമ്മന്തി അരക്കാൻ എടുത്തേക്കണം. പോകാ, താഴത്തോട്ട് പോകാ. ബാ ബാ, നമുക്ക് പോകാം, ചമ്മന്തി അരക്കാം. അയ്യോ, ഈ ടേഷമോള് അമ്മനെ വീഴ്ത്തിയേനല്ല, അമ്മനെ വീഴ്ത്തിയേനല്ല. താൻ കൊറേ ഉണ്ട്. ഇതിപ്പോ ചെറുപ്പമായതുകൊണ്ട് ഇതെടുത്ത് ചമ്മന്തി അരക്കട്ടെ. നമുക്ക് തൊണ്ട് ചെത്തിയിട്ടേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം, അല്ലെങ്കിൽ അരക്കണ കല്ലിൽ വെച്ച് അരക്കാൻ പാടായിരിക്കുള്ളൂ, ചതഞ്ഞിട്ടാൻ പാടായിരിക്കും. നമുക്കത് പൂളി അണ്ടി മൂത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടാ. മാങ്ങാണ്ടി ഇത് നേരിയതാണ്, കാണിച്ചു തരാം. അല്ല, നേരിയ മാങ്ങാണ്ടി. അപ്പൊ കുറെ കഷ്ണങ്ങൾ കിട്ടും. ഇത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞാലേ കല്ലിൽ വെച്ച് കുത്തിച്ചതക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ അരയാതെ കിടക്കും. എന്നിട്ട് ജാറിലിട്ടൊന്ന് പയ്യെ അരച്ചെടുക്കണം, നല്ലതായിരുന്നു തോന്നണം. കാന്താരി മുളക് കുറച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മുറ്റത്ത് തന്നെ ഉള്ള കാന്താരി മുളകാണ്. അതിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ ഉള്ളി പൊളിച്ചിടണം, കാന്താരി മുളക്, ഉപ്പ്, മുളക് പൊടി ഇത്ര ഇട്ട് നമുക്ക് തേങ്ങ കൂടി ഇട്ട് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ചതയാൻ പാടായിരിക്കും. ഇല്ലേ എന്നാ വേണ്ട, കല്ലിലിട്ട് തന്നെ അരക്കാം. കല്ലിലിട്ട് അരച്ച ചമ്മന്തി, അത് കഴിഞ്ഞിട്ട് കല്ല് പുരട്ടിയുള്ള ചോറ്. പണ്ടത്തെ കാലങ്ങൾ ഓർമ്മ വന്നി. എൻ്റെ അമ്മ കല്ലിലിട്ട് ഇങ്ങനെ അരച്ച് ചമ്മന്തി അരച്ച് ചോറൊക്കെ പുരട്ടിത്തരും. ഞങ്ങൾ മക്കൾക്കെല്ലാം ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് മക്കൾക്ക് വാരി തരും. ഓക്കെ, ഇത് ചുമന്നുള്ളിയാണ്, ചെറിയ ഉള്ളിയില്ലേ, അത് പൊളിച്ചിടണം, എന്നാല് ടേസ്റ്റ് വരും. എൻ്റെ പിന്നാരേ കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി ഇടാം, പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഇടാം. പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് പാകമില്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് നമുക്ക് കുഴക്കാം. അതേ ഉള്ളി, കാന്താരി മുളക്, പിന്നെ തേങ്ങ, മുളക് പൊടി, ഉപ്പ്. ഇതാ ഇത് കാന്താരി മുളക്, നമ്മുടെ മുറ്റത്തുണ്ടായ മുളക്. ഇത് നമ്മ മേടിച്ച ഉള്ളി പൊളിച്ചത്, പിന്നെ നമ്മുടെ തേങ്ങയിൽ മുളക് പൊടി, ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് അത് പിന്നെ മാങ്ങ ചതച്ച് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. എൻ്റെ അമ്മച്ചി ഉപയോഗിച്ചിരുന്ന കല്ലാണ്. അപ്പൊ അമ്മച്ചി മരിക്കണേന് മുമ്പ് എനിക്ക് തന്നു. ഞാനിത് വീട്ടിൽ ഇപ്പൊ വീട് പണി കഴിഞ്ഞപ്പോഴേക്കും 3-4 വർഷമായി.
അന്ന് വീട് പണി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഉറപ്പിച്ചൊക്കെ വെച്ചതാണ് അമ്മച്ചിയുടെ ഓർമ്മക്കായിട്ട്. ഇതിലാണ് നമ്മ ഇന്ന് ചമ്മന്തി ഇറക്കാൻ പോവാം. ഉള്ളി പിന്നെ ഉള്ളി ചതച്ചെടുക്കാം, ചതച്ചിട്ട് അരക്കാം. അല്ല ബലൂൺ എന്താ മാങ്ങയൊക്കെ തെറിച്ച് പോകണം. മാങ്ങേ കല്ലിലരച്ച ചമ്മന്തി ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. എല്ലാം കൂടി അരച്ച് ഒന്ന് ഒതുക്കി കഴിഞ്ഞിട്ടേ രണ്ടാമത് പിന്നെയും എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് അരക്കണം. അപ്പം തേങ്ങയുടെ അര മാങ്ങയുടെ അര എല്ലാം കൂടി യോജിക്കും. കൈയൊക്കെ വേനെടുക്കുന്നുണ്ട്. പരിചയമില്ലാത്ത പണിയല്ലേ, വല്ലപ്പോഴും ആണല്ലോ ചെയ്യണം. ചെറു ഡിസൈനൊക്കെ വന്നെങ്കിൽ അങ്ങോട്ട് അമ്മ ഇതൊക്കെ വടിച്ചു കൂട്ടി അരച്ച് കഴിഞ്ഞ് ഇനി ഇത് പാത്രത്തിലോട്ട് വെക്കാം. ഇതുണ്ട എന്താ ചമ്മന്തി റെഡി. ഇത്തിരി ചോറ് പുരട്ടാൻ ഇടാം. കൊണ്ടാടോ ചോറ്. അമ്മ വരട്ടി തന്നെ ഓർമ്മകളാണ് കേട്ടോ ഇതൊക്കെ. പ്ലേറ്റ് ഇതാടോ. ചോറിൽ വെളിച്ചെണ്ണ ഇടണ എന്തിനാ? ചമ്മന്തിയിലിടും. നമ്മുടെ ചോറ് റെഡി. ഉപ്പുണ്ടാ നോക്കട്ടെ. ഒരു ഉപ്പുണ്ടോ ആവശ്യത്തിന്? ചോറിന് ഉപ്പുണ്ട്. എടുക്കണോ തന്നെ? വേണ്ട. എന്നാ ചോക്ക്. ഞാൻ മൈനാട്ടെ, ഞാൻ തിന്നട്ടെ. കേട്ടോ നല്ല ടേസ്റ്റ്. വേണോ? അടിപൊളി എവിടെയെന്നു അപ്പന് കൊടുക്കണ്ടേ ഒരു പിടി? ഇത് ഒരടി അപ്പന്. കൊള്ളാല്ലേ? ഇതകത്ത് വെച്ചിട്ട് നമുക്ക് കല്ലൊക്കെ കഴുകാവുന്നു. എന്നോ പകുതിയാ? ഒരു പിടി മോനിയാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. എന്നാ ചോളിന്നോ എന്നാ നമ്മുടെ മോളെ ഇന്നോ. ചിഞ്ചമ്മക്ക് വേണോ ഇനി ചോറ്? വേണോ? എന്നാ നമ്മുടെ നോക്കുന്നോ. ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഇനി നമുക്കിത് മൂടിയിട്ട് ഇനി എന്തെങ്കിലും ഇങ്ങനെ തോന്നുമ്പോഴായിരിക്കുമല്ലോ ഇത് എടുക്കണത്. ഇത് മൂടി വെച്ചാൽ അഴുക്കൊന്നും പിടിക്കാതെ മഴ കൊള്ളാതെ നല്ലോണം ഇരുന്നോളും.